കേരളം വളരുന്നതോടൊപ്പം ഗുണ്ടകളും പെരുകുകയാണ്. കേരളത്തിലെ ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് നമുക്ക് 2272 ഗുണ്ടകളുണ്ടായിരുന്നു. ഇലക്ഷൻ സമയത്ത് പോലീസ് ഗുണ്ടകളൊരു കണക്കെടുത്ത്, അപ്പോൾ 2815 പേരുണ്ട്. നല്ല വർധനമുണ്ട്. ഇതിൽ റോഡിൽ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ വിലസുന്ന ഗുണ്ടകൾ റോഡിലിറങ്ങി കിടന്ന് വിലസും. ആരെ ആക്രമിക്കും, ആരെയും വെട്ടും, ആരെ കാറിൻ്റെ എറിയും, നിസ്സാര കാര്യത്തിന് റോഡിലിട്ട് ചവിട്ടും. 1773 പേരുണ്ട്. ആക്റ്റീവായ റോഡിലിറങ്ങി സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്ന 1773 പേരുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം മൊത്തം നമുക്ക് ഏകദേശം 1800ഓളം ഗുണ്ടകൾ ആക്റ്റീവായിട്ടുള്ളവർ 107 പേരെ മാത്രമേ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി ഗുണ്ടകളെല്ലാം യഥേഷ്ടം വിഹരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 2815 ഗുണ്ടകളോളം നമുക്ക് ലഭിച്ചു. 1358 കൊലപാതക ശ്രമം ഉണ്ടായി. പിന്നെ ബലാത്സംഗം, റേപ്പ്, പോക്സോ കേസ് അതെല്ലാം കൂടെ 3338 എണ്ണം. ഏകദേശം 1200ഓളം മോഷണവും ഉണ്ടായി ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ. പിന്നെ ചീറ്റിങ്, എല്ലാ തരത്തിലുള്ള ആൾക്കാർ, പഠിച്ചവരും പഠിക്കാത്തവരും, ക്രിമിനൽസും മാന്യമായ തൊഴിലുള്ളവരും, അതുപോലെ തന്നെ ഉന്നത പോസ്റ്റിൽ ഇരിക്കുന്നവരെല്ലാം കൂടെ 3703 പേരാണ് 420 ചീറ്റിംഗ് കേസിനകത്ത് പ്രതിയായത്. അപ്പോൾ മൊത്തത്തിൽ ഗുണ്ടകൾക്ക് നല്ല വളർച്ച കേരളത്തിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിൽ അടിപിടി കേസ് ചെറുതായിട്ടൊക്കെ അങ്ങ് തുടങ്ങും. പയ്യന്മാർ ഡ്രഗ്സ് അടിച്ച് മദ്യപിച്ച് ബാറിൽ പോയൊക്കെ വന്ന് ചെറുപ്രായത്തിൽ 18, 19, 20 വയസ്സിൽ അങ്ങ് തുടങ്ങും. അടിപിടിയൊക്കെ നടത്തി അതിനെപ്പറ്റി തൻ്റെ കൂട്ടുകാരോട് വിവരിക്കുക. അങ്ങനെ തുടങ്ങുന്നത് 2-3 കേസാവുമ്പം പോലീസ് അവരെ കേടിയാക്കി കളയും. നോൺ ഡിപ്രഡേറ്റേഴ്സ് എന്നാണ് പറയുക, കേടിയാക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ മോഷണം, അങ്ങനത്തെ ചില അടിപിടികൾ അതിൻ്റെ കൂടെ വരുന്നതാണ്. അപ്പം കേടി കഴിഞ്ഞാൽ പിന്നെ അടിപിടി മാത്രമാണെങ്കിൽ തുടക്കത്തിൽ അവരെ റൗഡിയാക്കി കളയും. അടിപിടി മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് ചെറിയ മോഷണം കൂടെ ചേരുമ്പം അവരാണ് കേടികളായിട്ട് വരും. ഒരു ജില്ലയിലൊക്കെ ഒതുങ്ങി നിൽക്കും അടിപിടി മോഷണമൊക്കെ. അതിനുശേഷം അവരെ കുറച്ചുകൂടെ പുരോഗതി ഉണ്ടാവും. ഇൻ്റർ സ്റ്റേറ്റ് ആവും, ഇൻ്റർ ഡിസ്ട്രിക്റ്റ് ആവും. അപ്പോൾ അവരെ ഡോസിയർ ക്രിമിനലാക്കും, DC ആക്കും. പുരോഗതിയുണ്ട്. പിന്നെ കാപ്പ കേസിനകത്ത് ഉള്ളത് അവരെ 4-5 വർഷം വളരെ അവർ ആക്റ്റീവാണ്. അവർ നമുക്ക് കാപ്പായിലെ ആ കേസിനകത്ത് റൗഡിയാക്കുന്നവർ, അല്ലെങ്കിൽ ആ റൗഡി ആയവരൊക്കെ തന്നെ കാപ്പ കേസിൽ പ്രതി 6 മാസം അകത്തും പോവും. ഈ റൗഡികളും അവരെ കേടികളും DCകളും ഒക്കെ പലരും കാപ്പ കേസിലേക്കും പോകുന്നത് കാണാം. കുറച്ചുകൂടെ മാന്യമായ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാവാം. എന്തായാലും പൊതുവെ കേരളത്തിലെ വയലൻസ് കൂടുതലാണ്. പൊതുരംഗത്തും റോഡിലുമൊക്കെ വയലൻസ് നടത്തുന്നവർ അവരെയാണ് DCകളും റൗഡികളും കേടികളും ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞ് കാപ്പ കേസിലെ പ്രതികളുമൊക്കെ പറഞ്ഞു പോയത്. പക്ഷേ വീടുകളിലും കുടുംബങ്ങളിലും ഭാര്യയും ഭർത്താവുമുള്ള കുട്ടികളുള്ള സ്ഥലത്ത് ധാരാളം വയലൻസ് നടക്കണം. റോഡിലുള്ള പോലെ തന്നെ വീട്ടിൽ വയലൻസ് നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. പക്ഷേ ചിലത് കൈവിട്ടു പോകും. കൊല്ലാൻ ശ്രമം, പീഡനം, മർദ്ദനം, വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ധാരാളം സംഭവങ്ങൾ വീടിനകത്തൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഗുണ്ടകൾ നമുക്കറിയാം. അടുത്ത ദിവസം കരമനയിൽ നടന്ന ഒരു ഗുണ്ടയെ, അല്ലെങ്കിൽ 3 ഗുണ്ടകൾ ചേർന്ന് ഒരാളെ തല്ലിക്കൊല്ലുന്നത് നമ്മൾ ലൈവായിട്ട് കണ്ടു. എത്ര ഭീകരമായ കാഴ്ചയായിരുന്നു അത്. പിന്നെ റൗഡികളും അതുപോലെ തന്നെ ഗുണ്ടകളും ഇപ്പോൾ അവർ കൊലപാതകം നടത്തി എന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ, ഒരു സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തോട്ട് അറിയിക്കാൻ ചില തന്ത്രങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കുറേ നാളുകളായി നമ്മളത് ശ്രദ്ധിക്കുന്നു.
ഗുണ്ടകൾ അല്ലെങ്കിൽ ഈ ക്രിമിനൽസ് കൊല്ലുന്നവരുടെ കാല് വെട്ടിയെടുക്കും. കാല് വെട്ടിയെടുത്ത് അവരുടെ ഇഷ്ടജനങ്ങളുള്ള ആൾക്കാരുള്ള സ്ഥലങ്ങളിൽ അത് പ്രദർശിപ്പിച്ച് അവർ യാത്ര ചെയ്യുന്ന കാറിൽ നിന്നോ ടൂ വീലറിൽ നിന്നോ റോഡിലേക്ക് പൊതുജനങ്ങളുടെ നടുവിലേക്ക് വലിച്ചെറിയും. അങ്ങനെ ധാരാളം സംഭവം. കഴക്കൂട്ടത്ത് എബി വധക്കേസിനകത്ത് എബിയുടെ കാല് വെട്ടി, എബിയെ കൊന്നിട്ട് എബിയുടെ കാല് വെട്ടി അവർ സ്കൂട്ടറിലിരുന്ന് സഞ്ചരിച്ച് കഴക്കൂട്ടം ടൗണിൽ കൂടെ ഒക്കെ നടന്ന് ആ കാല് വലിച്ചെറിഞ്ഞത് നമ്മൾ കണ്ടു. അതുപോലെ കോട്ടയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മനേഷ് എന്ന അയാളെ കൊന്നിട്ട് 2-3 ഗുണ്ടകൾ കൂടി കൊന്നു. അയാളുടെ കാല് വെട്ടിയെടുത്ത് റോഡിലേക്ക് എറിഞ്ഞു. പിന്നെ നമുക്ക് പൂന്തറയിലെ ഒരു കാല് വെട്ടിയെടുത്ത് അവിടുത്തെ വേസ്റ്റിനകത്ത് കിടക്കുന്ന കണ്ടു. ആളെ പീസാക്കി കളഞ്ഞു. കടലിലും മറ്റിടത്തൊക്കെ എറിഞ്ഞ് കളഞ്ഞിരിക്കാം. പക്ഷേ കാല് അവിടെ വേസ്റ്റ് കൂമ്പാരത്തിനിടയ്ക്ക് പൂന്തറ പോലീസ് കിട്ടി. അതൊരു അന്വേഷണം നടത്തി പൂന്തറ പോലീസ്. ഏതായാലും അത് കണ്ടെത്തി പോലീസ്. പൂന്തറ പോലീസിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അത് തമിഴ്നാട്ടിലുള്ള നാഗർകോവിലുള്ള അവിടുത്തെ ഒരു ഗുണ്ടയുടെ കാലാണ് ഇവിടെ കണ്ടത്. ആ ഗുണ്ട ഇവിടുന്ന് ചെന്ന ചില ഗുണ്ടകളെ എന്തോ പരുഷമായി പെരുമാറുകയോ അവരെ അടിക്കുകയോ ചവിട്ടുകയോ ഒക്കെ ചെയ്തു. പക്ഷേ അയാളെ തന്ത്രപൂർവ്വം അവിടുന്ന് പൂന്തറയിൽ കൊണ്ടുവന്നിട്ട് വെട്ടി നുറുക്കി കളഞ്ഞു. ഒരു കാല് വേസ്റ്റ് കൂമ്പാരത്തിനിടയിൽ നിന്ന് പോലീസിന് കിട്ടിയ ശേഷമാണ് അത് തെളിവിലേക്ക് വരുന്നത്. പൊതുവെ കേരളത്തിലെ അന്തരീക്ഷം വയലൻസിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ മുതലേ തിരുവനന്തപുരം നഗരത്തിൽ ധാരാളം ഇതുപോലത്തെ കൊലപാതകങ്ങളുണ്ട്. അത് നമുക്ക് കുപ്രസിദ്ധി ആർജിച്ച ധാരാളം സംഭവങ്ങൾ ആ കൂടെ ഉണ്ട്. അത് നമുക്ക് LTT കരാട്ടെ ഫറൂഖ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളും കൊലപാതകം ധാരാളം ചെയ്തിട്ടുണ്ട്. ജയിലിൽ പോയി നല്ല കലാകാരനാണ്, നല്ല ആർട്ടിസ്റ്റാണ്. കരാട്ടെ ഫറൂഖ് ജയിലിൽ അന്ന് MG ജയരാമൻ DGP ആയിരിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. ഇയാൾ ആ ജയിലിൽ കിടന്നപ്പം നല്ല പടം വരയ്ക്കും, നല്ല കഴിവുള്ള കലാകാരനാണ്. പക്ഷേ 52ാമത്തെ വയസ്സിൽ ജയിലിൽ നിന്ന് പരോളിലിറങ്ങി ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിക്കുകയും ചെയ്തു. അതുപോലെ നമുക്ക് വേറെ ചില സംഭവങ്ങൾ ഓർമ്മ വരുന്നു. ജയിലിൽ വെച്ച ഒരാളെ, ഒരു ഗുണ്ടയെ, LTT കബീർ, അയാളെ ജീവപര്യന്തം ശിക്ഷിച്ച് കിടക്കുകയാണ്. അയാൾ ആറ്റിങ്ങൽ കോടതിയിൽ അയാളെ മറ്റൊരു കേസിൻ്റെ ട്രയലിൽ കൊണ്ടുപോയി മടങ്ങി അട്ടക്കുളങ്ങര സബ് ജയിലിൽ കയറ്റുന്ന സമയത്ത് അവൻ്റെ ശത്രുക്കൾ ബോംബെറിഞ്ഞ്, കാരണം ജയിലിൽ കിടക്കുന്നതുകൊണ്ട് അയാളെ കൊല്ലാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ആറ്റിങ്ങൽ കോടതി വിചാരണ കഴിഞ്ഞ് വരുന്ന വഴിക്ക് സബ് ജയിലിലോട്ട് കയറ്റുന്ന സ്ഥലത്ത് എത്തിയപ്പം ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ. അപ്പം പൊതുവെ നോക്കിക്കഴിയുമ്പം ഗുണ്ടകൾ പലരെയും അവരുടെ കൂടെയുള്ള ഗുണ്ടകൾ മറ്റൊരവസരത്തിൽ കൊല്ലുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ ഗുണ്ടകളെല്ലാം കൊല്ലപ്പെടുകയോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ചില അസുഖങ്ങൾ പെട്ടെന്നുണ്ടായി മരണപ്പെടുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇവരുടെ ജീവിത രീതികളെല്ലാം വഴിവിട്ട ജീവിത രീതികളാണ്. ഡ്രഗ്സും മദ്യവും മാത്രമാണ് ചെറുപ്പം മുതലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ദീർഘായുസ്സില്ല. എങ്കിലും ഈ ഗുണ്ടകൾ കേരളത്തിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഓരോ വർഷം നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പം 100 കണക്കിന് 200 കണക്കിന് പുതിയ ഗുണ്ടകൾ വ്യത്യസ്തമായ സാഹചര്യത്തിൽ നിന്ന് വരുന്നത് നമ്മൾ കാണാം. തൃശ്ശൂർ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ, ജയിലിൽ നിന്ന് ഒരാൾ 2.5-3 വർഷം ജയിൽ ശിക്ഷ കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പം അയാൾക്കൊരു സ്വീകരണം കൊടുത്തു അവിടുത്തെ 10-60 ഗുണ്ടകൾ. അത് വലിയ വാർത്തയായി. അപ്പം ഗുണ്ടകൾക്ക് ഒരു സംഘടന വന്നെന്ന് തോന്നുന്നു. അവർക്കൊരു ഒന്നിച്ച് അവർ നീങ്ങുന്നതായിട്ടാണ് കാണുന്നത്. വളരെ സുസ്മരവതരായി അവർ ചിരിച്ചുല്ലസിച്ച് പലരെയും വെട്ടിക്കൊന്നവരും അല്ലെങ്കിൽ പല കാപ്പ കേസിൽ പ്രതികളായവരൊക്കെയാണ് അതിനകത്ത് നമ്മൾ കാണുന്നത്. അവരൊക്കെ സന്തോഷത്തോടുകൂടി ആ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പം ഗുണ്ടകൾക്ക് കേരളത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ ചില മാന്യതകൾ അവരുടെ ഇടയിലുള്ളവർ തന്നെ കൊടുക്കുന്നുണ്ട്. ചില ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻകാർ ഇവരൊക്കെ ഫൈനാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്ത് ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പണിയുന്ന സ്ഥലത്ത് ചില പാവങ്ങളുടെ വീടുകൾ അവർ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കില്ല. 1-2 ലക്ഷം രൂപ ഒരു ഗുണ്ടയ്ക്ക് കൊടുത്താൽ, അറിയപ്പെടുന്ന ഗുണ്ട ആണെങ്കിൽ, ആ ഏരിയയിൽ അറിയപ്പെടുന്ന ഗുണ്ടയാണെങ്കിൽ
അയാൾ അവരുടെ എല്ലാവരും വീടുകളിൽ പോയി ഒന്ന് നോക്കുന്നതിന് 1 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്താൽ ആ പ്രശ്നം പരിഹരിക്കുന്നതായിട്ടാണ് ഇപ്പം കാണുന്നത്. പൊതുവേ കേരളത്തിലെ ഗുണ്ടകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.